ജെകെ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. IPL ഒരു സൂപ്പർ സൺഡേ ആണ് ഇന്നലെ നടന്നത്. IPL ഞായറാഴ്ച നടന്നത് ഉദ്യോഗജനകമായിട്ടുള്ള 2 പോരാട്ടങ്ങളാണ്. ആദ്യ മത്സരത്തിൽ ചേപ്പോക്കിൽ വെച്ചിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് ഉജ്ജ്വല വിജയമാണ് നേടിയത്. 25 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ കാഗിസോ റബാഡയുടെ ബൗളിംഗ് കരുത്തിലെ CSK 158 റൺസിൽ ഒതുങ്ങി. CSKയ്ക്കായിട്ട് നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് 74 പൊരുതി നോക്കിയെങ്കിലും റബാദയുടെ സ്പെല്ല് ചെന്നൈയുടെ അടിത്തറ ഇളകി. മറുപടി ബാറ്റിങ്ങിലെ സായി സുദർശന്റെ 87 റൺസ് തകർപ്പൻ പ്രകടനത്തിലെ ഗുജറാത്തിന് 8 വിക്കറ്റിന്റെ അനായാസ വിജയം സമ്മാനിച്ചു. അടുത്ത കളി ഈഡൻ ഗാർഡനിലാണ്. LSGയും KKRും തമ്മിലാണ്. ഋഷഭ് പന്തിന്റെ ടീമായ LSGയും രഹാനയുടെ ടീമായ KKRും തമ്മിൽ ത്രില്ലർ നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ സൂപ്പർ ഓവറിലേക്കാണ് കളി മാറിയത്. പക്ഷേ സൂപ്പർ ഓവറിലേക്ക് എത്തിച്ച ഷമ്മി വെറും പൊട്ടനാക്കിക്കൊണ്ടാണ് LSGയുടെ മാനേജ്മെൻറ്റ് ഈ സൂപ്പർ ഓവറിലേക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂരനെ ഇറക്കി വിട്ടത്. അത് എന്തുകൊണ്ടാണ് ആ പൂരനെ ഇറക്കി വിട്ടതെന്ന് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. കൊൽക്കത്ത ബോളിങ്ങിനായിട്ട് ഓപ്ഷൻ വെച്ചത് നരേനാണ്. മുമ്പും ഇതുപോലെ സൂപ്പർ ഓവറിൽ നരേനെതിരായിട്ട് പൂരൻ ബാറ്റ് ചെയ്തപ്പോൾ 5 ബോളും ഡോട്ട് അടിച്ചിട്ട് 6ാമത്തെ ബോൾ ഔട്ടായി പോയവനാണ്. അവനെ തന്നെയാണ് അതും ഫോം ഔട്ടിൽ നിൽക്കുന്ന പൂരൻ. LSGക്ക് ജയിക്കാനായിട്ട് അവസാന പന്തിൽ വേണ്ടിയിരുന്നത് 7 റൺസാണ്. ആ സമയത്താണ് ഷമ്മിയുടെ സൂപ്പർ സിക്സർ. ഷമ്മി ഹീറോ ആടാ ഹീറോ എന്ന് പറയും പോലെ തോന്നി. പക്ഷേ ആ ഒരു 6 അടിച്ചിട്ടും LSGയെ രക്ഷിക്കാനായില്ല. സൂപ്പർ ഓവറിൽ മാനേജ്മെൻറ്റ് കാണിച്ച പൊട്ടത്തരം കൊണ്ട് കൽക്കട്ട സിമ്പിളായി വിജയം തട്ടിയെടുത്തു. അതായത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത LSG ഫസ്റ്റ് ബോളിൽ തന്നെ നരേൻ്റെ ഫസ്റ്റ് ബോളിൽ തന്നെ പൂരൻ ക്ലീൻ ബൗൾഡായി. പിന്നീട് വന്ന ഋഷഭ് പന്ത് ഒരു സിംഗിളാണ് എടുത്തത്. അടുത്ത ബോളിൽ മാർക്രം സ്ട്രൈറ്റിലേക്ക് ഉയർത്തി അടിച്ചെങ്കിലും ബൗണ്ടറി ലൈനിൽ വെച്ചിട്ട് ക്യാച്ച് ചെയ്തു. അതോടുകൂടിയിട്ട് LSGയുടെ ഇന്നിങ്സ് അവസാനിച്ചു. 6 ബോളിൽ 2 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്ത അനായാസം റിങ്കു സിംഗും പവനുമാണ് ഇറങ്ങിയത്. അനായാസമായി ഫസ്റ്റ് ബോളിൽ തന്നെ ബൗണ്ടറി നേടി റിങ്കു സിംഗ് കൽക്കട്ടയെ വിജയതീരത്തെത്തിച്ചു. ഇന്നലെ റിങ്കു സിംഗ് ആണ് താരം. എവിടെ നോക്കിയാലും നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ഇവനെ കാണാം ഫീൽഡിൽ. എത്ര ക്യാച്ചുകളാണ് ആ ചെങ്ങായി ഇന്നലെ എടുത്തു കൂട്ടിയെന്ന് ഒരു കൈയും കണക്കൂല. അതുപോലെ തന്നെ ബാറ്റിങ്ങിലും ഒരു ഘട്ടത്തിൽ കൊൽക്കത്ത തകർന്നടിഞ്ഞ സമയത്ത് രക്ഷകനായി അവതരിച്ചത് റിങ്കു സിംഗ് ആണ്. റിങ്കു സിംഗിൻ്റെ അതിമനോഹരമായ ഇന്നിങ്സ് തന്നെയാണ്. അവസാന 10 ബോളിൽ 40 റൺസ് അടക്കം 84 റൺസാണ് റിങ്കു സിംഗ് ഇന്നലെ നേടിയത്. ഈ സീസണിലെ ഏറ്റവും അറുബോറൻ കളിയാകുമെന്ന് പലരും വിധി എഴുതിയ മത്സരമായിരുന്നു LSG KKR മാച്ച്. എന്നാൽ സീസണിൽ മാത്രമല്ല IPL ചരിത്രത്തിലെ തന്നെ ബെസ്റ്റ് ത്രില്ലർ മാച്ചായിട്ട് ഇത് മാറി. വമ്പൻ തകർച്ചയിൽ നിന്നും അവസാന ഓവറിലെ 4 സിക്സർ അടക്കം കൊൽക്കത്തയെ 155 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത് റിങ്കു സിംഗിന്റെ അതിമനോഹരമായ ബാറ്റിംഗ് ആണ്. മറുപടി ബാറ്റിങ്ങിൽ ലക്നൌവിനെ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 17 റൺസാണ്. 2 നോബോൾ അടക്കം കടന്നു വന്ന കാർത്തിക് ത്യാഗിയുടെ നാടകീയ ഓവറിന്റെ അവസാന പന്തിൽ സിക്സർ അടിച്ച് മുഹമ്മദ് ഷാമി അപ്രതീക്ഷിതമായിട്ട് LSGയെ സൂപ്പർ ഓവറിലേക്ക് എത്തിച്ചു. എന്നാൽ സുനിൽ നാരായണനെ നേരിട്ട ലക്നൌവിന് പിഴച്ചു. 2 വിക്കറ്റ് നഷ്ടത്തിലെ 1 റൺസാണ് നേടാനായത്. റിങ്കു സൂപ്പർ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ അത് മറികടന്നു. അങ്ങനെ കൊൽക്കത്തയുടെ സൂപ്പർമാനായി മാറി നമ്മുടെ റിങ്കു സിംഗ്. സൂപ്പർ ഓവർ നിക്കോളാസ് പൂരനെ ഇറക്കിയപ്പോൾ തന്നെ എന്നാലും അവനെ ഇറക്കാൻ കാണിച്ച LSGയുടെ ധൈര്യം അത് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഒന്നാമതേ അദ്ദേഹം ഈ സീസണിൽ തീരെ ഫോമിലല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ നാരായണായിരുന്നു ബോൾ ചെയ്യാനായിട്ട് എത്തിയത്. സ്ട്രൈക്ക് ഓപ്പോസിറ്റുള്ള ആൾക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ അത്രയ്ക്കും നന്നായേനെ. കാരണം വളരെ മോശമായ ഒരു ഡിസിഷനാണ്. ഇനി CSKയുടെ മാച്ചിലോട്ട് വരികയാണെങ്കിൽ അതിൽ എടുത്തു പറയേണ്ടത് ഒരു മിന്നൽ സ്റ്റംപിങ് ഉണ്ടായിരുന്നു സഞ്ജു സാംസന്റെ. ആ സ്റ്റംപിങ്ങിലൂടെയാണ് ഗില്ലിനെ പുറത്താക്കിയത്. അതിമനോഹരമായ ഒരു സ്റ്റംപിങ്ങിലൂടെയാണ് ഗില്ലിനെ പുറത്താക്കിയത്. ആ ഒരു സ്റ്റംപിങ് നമ്മളെ MS ധോണിയെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള ഒരു സ്റ്റംപിങ് ആയിരുന്നു. ടോസ് കിട്ടി ചെന്നൈ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് സർഫ്രാസ് ടീമിലുണ്ടായിരുന്നില്ല. അവനെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ശരിക്കും നമുക്ക് സങ്കടമാണ് വന്നത്. ഇത്രയും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നായിരുന്ന അവനെ പകരം
എന്നിട്ട് 2 വിക്കറ്റ് പോയപ്പോൾ പകരം ഇമ്പാക്റ്റ് ആയിട്ട് ബോളിങ്ങിൽ മുകേഷ് ചൗധരിയെ ഇറക്കാനായിരുന്നു ആളുടെ പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ, ഒലക്കാമല ഒരു മാസ്റ്റർ പ്ലാൻ. എന്നാൽ തുടക്കം തന്നെ 2 വിക്കറ്റ് പോയപ്പോൾ പേടിച്ച് വിറച്ച് സർഫറാസിനെ ഇറക്കി വിട്ടു. അപ്പോൾ ഇങ്ങനെ ഇറക്കാനാണെങ്കിൽ എന്തിനാണ് ഇവനെ ഈ ഡ്രോപ്പ് ചെയ്തത്? ഉറുവിലിനെ ടീമിലിട്ടു. ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന സർഫറാസിനെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ്റെ കോൺഫിഡൻസ് കൂടി കളഞ്ഞിട്ട് സർഫറാസ് എന്നിട്ട് ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങിപ്പോയി. CSK മാനേജ്മെൻറ്റിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സഞ്ജു സാംസൺ ഫോമായ മാത്രം ജയിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് നമ്മളെ CSK. ഈ ഋതുരാജ് ഗെയ്ക്വാദാണ് ആ ഒരു പടയുടെ തലവൻ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവാം ഈ വൺ ഡേയിൽ കളിക്കുന്ന ഇവനൊക്കെ പിടിച്ചിട്ട് ക്യാപ്റ്റനാക്കിയിട്ട് ഓപ്പണിങ്ങും കൊണ്ടിട്ടിരിക്കുകയാണ്. എന്ത് പുഴുങ്ങാനാണ് ഇവനെ ഓപ്പണിങ് കൊണ്ടിട്ടിരിക്കണമെന്ന് മനസ്സിലാവണില്ല. ഇന്നലെ 15 ഓവർ വരെ CSKയുടെ മാച്ചിൽ 15 ഓവർ വരെ കളി കണ്ടവർക്ക് മനസ്സിലാവും ഋതുരാജിൻ്റെ ബാറ്റിങ്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ തവണയും നമ്മളെ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എന്നാലും ഇവൻ്റേതായ രീതിയിൽ ഒരാൾ ഫോമിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടേതായ രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കോർ കുറച്ചും കൂടി ഉയരത്തിലെത്തിയാണ്. ഇത് 49 ബോളിലാണ് അവൻ 50 അടിച്ചത്. അതൊരു സ്ലോവസ്റ്റ് റെക്കോർഡ് തന്നെയാണ്. അതും ആണ്ടിലും സംക്രാന്തിക്കും മാത്രം കളിക്കുന്ന, ആണ്ടിലും സംക്രാന്തിക്കും വരുന്നൊരു 50ആണ്. ഈ തട്ടിയും മുട്ടിയും ടെസ്റ്റ് കളിക്കുന്ന ഈ ഓപ്പണറൊക്കെ ആദ്യം ആ ടീമിൽ നിന്ന് മാറ്റണം. ഈ ഗെയ്ക്വാദ് എന്ന് പറഞ്ഞ ഈ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അവൻ ഈ ഓപ്പണറായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ തുടർന്ന് കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രഷർ അത് ചില്ലറയല്ല. അപ്പോൾ മറു സൈഡിൽ വിക്കറ്റ് കൂട്ടത്തോടെ പൊഴിയുന്നതിൻ്റെ പ്രധാന കാരണം ഓപ്പണർ ക്യാപ്റ്റനാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മാനേജ്മെൻറ്റ്. ഈ ഓപ്പണറെ മാറ്റിയിട്ട് ഒന്ന് അടിച്ചു കളിക്കുന്ന ആരെങ്കിലും ഓപ്പണിങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസ്, ആദ്യത്തെ ആ പവർ പ്ലേയിൽ വരുന്ന ബേസ് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഈ സീസണിലെ 7 മത്സരങ്ങളിൽ നിന്ന് ഈ ഗെയ്ക്വാദ് നേടിയത് 104 റൺസാണ്. ആവറേജ് 14.86. അതിപ്പോൾ ആ CSK ഇപ്പം ലാസ്റ്റ് കളിച്ച കളിയുടെ ഞാൻ കൂട്ടാതെ ഈ 7 കളി കളിച്ചതിൽ ആകെ 3 എണ്ണമാണ് ജയിച്ചിട്ടുള്ളത്. അതിൽ സഞ്ജു സാംസൺ ഫോമായ കളികളാണ്. എന്തിനാണ് ഇവരിങ്ങനെ കളിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.